കരയിൽ വിമാനത്തിന്റെ വേഗത്തേക്കാൾ സഞ്ചരിക്കാൻ നമുക്ക് കഴിഞ്ഞാലോ? നമ്മൾക്കിപ്പോൾ വേഗത്തിൽ പോകാനായി ആദ്യം ചൂസ് ചെയ്യുന്നത് വന്ദേ ഭാരതാണ്. പക്ഷേ കരയിൽ ഇത്തരത്തിൽ വിമാനത്തിന്റെ വേഗത്തേക്കാൾ സഞ്ചരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് വെച്ചെങ്കിൽ അതന്നെയാണ് ആദ്യം ചൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് നമുക്കൊപ്പം അഖില CP ചേരുന്നുണ്ട്. അഖില, എന്താണ് ഈ ഒരു പരീക്ഷണം? എങ്ങനെയാണ് നമുക്ക് ഈ കരയിൽ അതിവേഗത്തിൽ എത്താൻ കഴിയുക? ഹിമ, നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സമയമാണ്. നമ്മളെല്ലാം വില കൊടുക്കുന്നത് സമയത്തിനാണ്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എവിടെ എത്തിച്ചേരാൻ സാധിക്കും ആ മാർഗ്ഗമാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ട്രെയിനാണ് പലപ്പോഴായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ വിമാനത്തിൻ്റെ വേഗതയുള്ള ഒരു ട്രെയിൻ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ഹൈപ്പർ ലൂപ്പിനെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഒരു കുഴലിലൂടെയുള്ള വിമാനത്തിൻ്റെ വേഗത്തിൽ നമുക്ക് എത്താൻ സാധിക്കുന്ന ഒരു ചെറിയ വലിയ യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഹൈപ്പർ ലൂപ്പ്. അപ്പം ഇപ്പോൾ ഈ വാർത്ത വരാൻ കാരണം ഇതിൻ്റെ പരീക്ഷണ ട്രാക്ക് നമ്മൾ പൂർത്തിയാക്കി. ആ പരീക്ഷണ ട്രാക്ക് നിർമ്മാണം പൂർത്തിയാക്കി. ഇന്നലെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇത് എക്സിൽ പങ്കുവയ്ക്കുമ്പോഴാണ് ഈ ചർച്ചകളെല്ലാം ഒന്നും കൂടെ പുരോഗമിക്കുന്നത്. അപ്പോൾ എന്താണ് ഹൈപ്പർ ലൂപ്പ് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. അതായത് ഈ വായുമർദ്ദം കുറഞ്ഞ കുഴലിലൂടെ 1000 കിലോമീറ്റർ വരെ വേഗതയിൽ പോകാൻ സാധിക്കുന്ന ഒരു വലിയ യാത്രയാണ് ഹൈപ്പർ ലൂപ്പ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. എൻ്റെ വീട് പാലക്കാടാണ്. അപ്പോൾ ഏകദേശം 320 കിലോമീറ്ററുകളോളം ഉണ്ട് എനിക്ക് അവിടെ എത്തിച്ചേരാൻ. ഏകദേശം 8 മണിക്കൂർ യാത്ര ചെയ്താൽ എനിക്ക് വീട്ടിൽ. ടൈം ട്രാവലിംഗ് പോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമോ? പുതിയ സ്ഥലത്തേക്ക് പെട്ടെന്ന് പുതിയ കാലഘട്ടത്തിലേക്ക് വേഗത്തിൽ എത്തിപ്പെടാൻ കഴിയുമോ എന്ന് കരുതി? അങ്ങനെയല്ലേ? ഹൈപ്പർ ലൂപ്പ് വേറെ തന്നെയാണ്. ഒരിക്കലും അല്ല. ടൈം ട്രാവൽ അല്ല ഇത്. നമ്മുടെ സമയത്തിനൊക്കെ വില കൽപ്പിച്ച് നോക്കൂ, സെക്കൻഡ്സിന് പോലും വിലയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ സമയത്തിനൊക്കെ ലാഭിക്കാൻ വേണ്ടി വളരെയധികം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ 8 മണിക്കൂർ യാത്രയൊക്കെ പുഷ്പം പോലെ 30 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഈ ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്നത്. മദ്രാസ് IIT-യിലെ തയ്യൂരിലെ ഡിസ്കവറി ക്യാമ്പസിലാണ് ഒരു 410 മീറ്റർ ട്രാക്ക് നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളാണ്. മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ചൈനയിലും ഈ ജപ്പാനിലൊക്കെയുള്ള മാഗ്ലവ് ട്രെയിനുകൾ ഉപയോഗിക്കുന്ന അതേ സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എത്തിച്ചേരാവുന്ന ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഹിമ, ഇതിപ്പോ എങ്ങനെയാണ് പ്രാവർത്തികമാകുക എന്നുള്ളതാണ് ഒരു സംശയം. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വന്ദേ ഭാരതിനൊക്കെ എളുപ്പത്തിൽ ഗുഡ് ബൈ പറയാമല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇത് പരീക്ഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ആദ്യഘട്ടത്തിൽ ഒരു 100 മീറ്റർ മാത്രമായിരിക്കും ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഇന്ത്യയിലെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് മാക്സിമം എന്ന് പറയുന്നത് 600 കിലോമീറ്റർ വേഗതയാണ്. അപ്പോൾ ഒരുപക്ഷെ എന്നിരുന്നാലും വന്ദേ ഭാരതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഹിമ.